രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ജില്ലാതല യോഗം ചേർന്നു. യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, എ.കെ. ശശീന്ദ്രൻ എന്നിവരെ കൂടാതെ ക്ഷണിക്കപ്പെട്ട 500 അതിഥികളും പങ്കെടുത്തു. സർക്കാരിന്റെ 9 വർഷം നേട്ടങ്ങളുടേതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്ന് പറയുമ്പോൾ ആ സർക്കാർ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ജനങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിനെ തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ 9 വർഷം പൂർത്തിയാകുന്നു, 10ാം വർഷത്തേക്ക് കടന്നു. ഈ കാലയളവ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. ചെറുവണ്ണൂർ മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 500 പേരാണ് അതിഥികളായി പങ്കെടുത്തത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, A.K. ശശീന്ദ്രൻ, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, TP രാമകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി 1 മണിക്കൂർ നേരം മുഖ്യമന്ത്രി സംവദിച്ചു. മതസാംസ്കാരിക മേഖലയിലെ പ്രമുഖരും വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വാർഷികത്തോടനുബന്ധിച്ച് പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിരുന്നു. ബീച്ചിൽ 10 ദിവസമായി സംഘടിപ്പിച്ച മേളയിൽ ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.